പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അവലോകനങ്ങൾ അവസാനിച്ചു കഴിഞ്ഞിട്ടില്ല. വിമർശനങ്ങളും അവസാനിച്ചു കഴിഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉയരുന്നത് CPM-ന് നേരെയാണ്. പ്രത്യേകിച്ചും പിണറായി സർക്കാരിന് നേരെയാണ്. നമുക്കറിയാം, ഇത് രണ്ടാം പിണറായി സർക്കാരാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തെരഞ്ഞെടുപ്പിൽ ഇതേ സീറ്റ് തന്നെയായിരുന്നു LDF-ന് കിട്ടിയിരുന്നത്, ഒരു സീറ്റ്. പക്ഷേ അന്ന് മുസ്ലിം പ്രീണന നയം അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രീണനം നടത്തിയിരുന്നു പിണറായി എന്ന് ആരും ആരോപിച്ചതായി കേട്ടിട്ടില്ല. പക്ഷേ ഇത്തവണ പ്രധാന ആരോപണം അത് തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശൻ ഒന്നുകൂടി കടന്നു പറഞ്ഞു, ന്യൂനപക്ഷ പ്രീണനമല്ല മുസ്ലിം പ്രീണനമാണ് എന്ന് പറഞ്ഞു. ഇതേ സമയത്ത് തന്നെ SDPI, ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് അടക്കമുള്ളവർ ഇവിടെ പിണറായി സർക്കാർ ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കുകയാണ് എന്നും പറയുന്നുണ്ട്. രണ്ടു കൂട്ടരും രണ്ട് ഭാഗത്ത് നിന്ന് ഇങ്ങനെ പറയുമ്പോൾ നേരിൻ്റെ വഴിയിലൂടെയാണ് നടക്കുന്നത് എന്ന് ചിന്തിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. സർക്കാരാണല്ലോ വിഷയം. 1956 നവംബർ 1 കേരളത്തിൽ ആദ്യത്തെ സർക്കാർ വരുന്നത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ്, സഖാവ് EMS-ന്റെ നേതൃത്വത്തിൽ. 1957 ഏപ്രിൽ മാസം 5-ാം തീയതി വെള്ളിയാഴ്ചയാണ് ആ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നത്. അധികാരത്തിൽ വന്ന് 2 മാസം തികയുന്നതിന് മുമ്പ്, അതായത് ജൂൺ മാസം 2-ാം തീയതി ആ ഗവൺമെൻറ് കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവുണ്ട്. 1921 മലബാർ കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാർ മലബാറിൽ പള്ളി ഉണ്ടാക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. മുസ്ലിം പള്ളികളും മദ്രസകളും ഉണ്ടാക്കാനാവാതെ മുസ്ലിങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ടു. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ആ നിയമം മാറ്റാൻ കോൺഗ്രസ് തയ്യാറായില്ല. ഭരണഘടന ഉണ്ടായത് 1950 എന്ന് പറയാം. 1950 ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ മലബാർ മദിരാശി ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരുന്നു. രാജാജിയുടെയും കാമരാജിൻ്റെയും മന്ത്രിസഭകൾ മദിരാശി പ്രവിശ്യയിൽ വന്നു. മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ തെറ്റിയിട്ടില്ലെങ്കിൽ ഏകദേശം 6-7 MLA-മാർ മുസ്ലിം ലീഗിനുണ്ടായിരുന്നു. ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മലബാറിലെ മുസ്ലിങ്ങളുടെ ഈ വലിയ പ്രശ്നം, പള്ളി നിർമ്മാണത്തിന് പരിഹാരമുണ്ടാക്കാൻ ലീഗിന് സാധിച്ചില്ല. ആരും അതിൻ്റെ പേരിൽ പിന്നീടും ലീഗിനെ വിമർശിച്ചതായി കേട്ടിട്ടില്ല. അങ്ങനെയാണ് 57 EMS ഗവൺമെൻറ് വരുന്നത്. ഞാൻ പറഞ്ഞു, EMS ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് ഏപ്രിൽ 5-നാണ്. അധികാരത്തിൽ വന്ന് 2 മാസം തികയുന്നതിന് മുമ്പ് ജൂൺ മാസം 7-ാം തീയതി ആ ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കി പള്ളി നിരോധന നിയമം എടുത്തു കളഞ്ഞു. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് പിന്നീട് മലബാറിൽ മുസ്ലിങ്ങൾക്ക് ഇഷ്ടം പോലെ പള്ളികൾ ഉണ്ടാക്കാനും മദ്രസകൾ ഉണ്ടാക്കാനും ഒരു പ്രയാസവുമില്ലാതെ സാധിച്ചിട്ടുള്ളത്. അന്ന് EMS ഗവൺമെൻറ്റിനെ ആരും പറഞ്ഞില്ല ഇത് മുസ്ലിം പ്രീണന നയമാണ്. മാത്രമല്ല, ബ്രിട്ടീഷുകാർ നിരോധിച്ചിരുന്ന മലപ്പുറം നേർച്ച പുനഃസ്ഥാപിച്ചത് EMS ഗവൺമെൻറ്റാണ്. മുസ്ലിങ്ങൾക്ക് 12% സംവരണം എല്ലാ മേഖലയിലും ഏർപ്പെടുത്തിയത് EMS ഗവൺമെൻറ്റാണ്. അന്നും ആരും പറഞ്ഞില്ല EMS മുസ്ലിം പ്രീണന നയമാണ് എടുത്തിട്ടുള്ളത് എന്ന്. 57 അധികാരത്തിൽ വരുന്നതിന് മുമ്പും ഇതുപോലെയുള്ള വലിയ തീരുമാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തിട്ടുണ്ട്. ഇവിടെ പള്ളി നിരോധനവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ 921. ആ 921-ന്റെ 25-ാം വാർഷികം പെരിന്തൽമണ്ണയിൽ വെച്ച് 1946 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആചരിച്ചു. അതിൽ സഖാവ് EMS കൊണ്ടുവന്ന ഒരു പ്രമേയമുണ്ട്. ആ പ്രമേയത്തിൻ്റെ ഹെഡിങ് ആഹ്വാനവും താക്കീതും എന്നാണ്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട പ്രമേയമാണ്. അതിൽ ആഹ്വാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലബാറിലെ കർഷക സമരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അത് നടപ്പിലാക്കുവാനുള്ള ആഹ്വാനമാണ്. എന്നാൽ വിമർശനം ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, താക്കീതായി പറഞ്ഞിട്ടുള്ളത്, ആ സമരത്തിനിടയിലും ചിലർ ആ സമരത്തെ ദുരുപയോഗപ്പെടുത്തുകയും വർഗീയമായ ചില നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. അതിനെതിരെയുള്ള ശക്തമായ താക്കീത്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടും പറയും, ആഹ്വാനവും താക്കീതും എന്ന് പറയുകയുണ്ടായി. മാത്രമല്ല, പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്ന ആ യോഗത്തിൽ മലബാറിലെ മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിട്ടുള്ള ജന്മിത്തത്തിനെതിരെ നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തെ പ്രകീർത്തിച്ചുകൊണ്ട് സഖാവ് AKGയുടെ അത്യുജ്വലമായ പ്രസംഗം നടക്കുകയുണ്ടായി. ആ പ്രസംഗം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്നിറങ്ങിയ AKGയെ ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ടുപോയി ജയിലിലടച്ചു. അന്ന് ബ്രിട്ടീഷുകാർ മുസ്ലിം പ്രീണന നയം എന്നല്ല പറഞ്ഞത്, അത് അവരിൽ ചാർത്തിയ കുറ്റം ബ്രിട്ടീഷ് വിരുദ്ധ പ്രസംഗം നടത്തി ബ്രിട്ടീഷ് വിരുദ്ധർക്ക് ആളെ കൂട്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് പങ്ക് എന്ന് ചോദിക്കുന്നവരുണ്ട്. എൻ്റെ വിഷയം മാറുമെന്നതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഏതായാലും AKGയെ ജയിലിലടച്ചു.
സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും സഖാവ് AKG തുറന്നു വിട്ടില്ല. അദ്ദേഹം കണ്ണൂർ ജയിലിൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് കണ്ണൂർ ജയിലിന്റെ മുറ്റത്ത് സഖാവ് AKG 47 ആഗസ്റ്റ് 15 ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ ആ മലബാർ സമരത്തിൽ പാർട്ടി എടുത്ത നിലപാട്, അതിൽ നടന്നിട്ടുള്ള ചില വർഗീയപരമായ നീക്കങ്ങൾക്കെതിരെ ശക്തമായ താക്കീത് കൊടുക്കുമ്പോഴും ആ സമരത്തിൽ പങ്കെടുത്ത ജന്മിത്തത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെ സമരം നടത്തിയവരെ അഭിനന്ദിച്ചുകൊണ്ടാണ് EMSഉം AKGയും ഒക്കെ സംസാരിച്ചിട്ടുള്ളത്. അതൊരു മുസ്ലിം പ്രീണന നയമാണ് എന്ന് ചരിത്രത്തിൽ RSS പറഞ്ഞിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞൂടാ. RSS പറഞ്ഞിട്ടുണ്ടാവും, മറ്റാരും പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. ഇതിൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു പോകേണ്ടത്, ഈ 1921 ഇന്ത്യയിൽ മുസ്ലിം ലീഗ് ഉണ്ട്. 1947 ബ്രിട്ടീഷുകാർ പോകുമ്പോഴും മുസ്ലിം ലീഗ് ഉണ്ട്. ഈ കാലഘട്ടത്തിനിടയിൽ മലബാർ കലാപത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അത് ജന്മിത്തത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെയുള്ള ഒരു സമരമായിരുന്നുവെന്ന് ഒരു വരി പോലും മുസ്ലിം ലീഗ് ഇവിടെ പറയുകയോ എഴുതുകയോ ചെയ്തതായി ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. കേട്ടവരുണ്ടെങ്കിൽ കണ്ടവരുണ്ടെങ്കിൽ എന്ന് ഗണ്ണിക്കാവുന്നതാണ്. അന്ന് 1921 ജമാഅത്തെ ഇസ്ലാമി ഇല്ലെങ്കിലും അതിനുശേഷം ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 1947 ആഗസ്റ്റ് 15 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്നതിന് മുമ്പ് ഈ സമരത്തെ അനുകൂലിച്ചുകൊണ്ടോ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തെ പ്രകീർത്തിച്ചുകൊണ്ടോ ജമാഅത്തെ ഇസ്ലാമി ഒരു വരി പോലും പറഞ്ഞതായും എഴുതിയതായും ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ അത് കാണിക്കാവുന്നതാണ്, ഞാൻ അംഗീകരിക്കുന്നതാണ്. പക്ഷേ ആ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ഒക്കെ പിന്നീട് കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് 3 കൊല്ലം മുമ്പ് നമുക്കറിയാം 2021 921 ഈ നാട്ടിൽ വലിയ സംഭവമായി ആചരിക്കുകയുണ്ടായി. അതിന്റെ 100ാം വാർഷികം. സുഡാപ്പികളടക്കം അവരുടെ ഉദ്ദേശം വേറെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ താക്കീത് കൊടുത്തല്ലോ സഖാവ് EMS, ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ സുഡാപ്പികളും ജമാഅത്ത് ഇസ്ലാമും. പക്ഷേ അവർ പാടിയൊരു പാട്ടുണ്ട്. ആ പാട്ട് ഇങ്ങനെയാണ്: അന്നിരൂപത്തൊന്നിൽ നമ്മള് ഇമ്മലയാളത്തില് ഒത്തുചേർന്ന് വെള്ളയോട് എതിർത്ത് നല്ല മട്ടില് നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റുമുട്ടുവാൻ. നമ്മളുടെ കാശ് വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റുമുട്ടുവാൻ. വരികൾ ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്, ഞാനത് പൂർണ്ണമായി ചെല്ലുന്നില്ല. മാപ്പിളപ്പാട്ടിന്റെ ഇശലായി തോന്നുന്ന മോയിൻകുട്ടി വൈദ്യർ എഴുതിയതാണെന്ന് തോന്നിക്കുന്ന രൂപത്തിലുള്ള ഈ പാട്ട് മുസ്ലിം ലീഗും SDPയും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ 3 കൊല്ലം മുമ്പ് ഈ കേരളത്തിൽ പാടിയപ്പോൾ അവർക്കറിയുമോ എന്നെനിക്ക് അറിഞ്ഞൂടാ. ഈ പാട്ട് എഴുതിയത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അയാളുടെ പേര് കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്നാണ്. അയാളെ ബ്രിട്ടീഷുകാർ അന്ന് പിടിച്ചുകൊണ്ടുപോയി ഈ കവിത എഴുതിയ വിരലുകൾ അടിച്ചു തകർക്കുകയുണ്ടായി. ഈ കവിത പ്രസിദ്ധീകരിച്ചു അന്ന് ദേശാഭിമാനി പത്രത്തിൽ. ദേശാഭിമാനി പത്രം ബ്രിട്ടീഷുകാർ അതിന്റെ പേരിൽ അടച്ചുപൂട്ടി. അന്നും ബ്രിട്ടീഷുകാർ പോലും മുസ്ലിം പ്രീണന നയം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരാഹ്വാനം എന്ന നിലക്കാണ് പത്രം പൂട്ടലും ഗോവിന്ദൻ നായരെ മർദ്ദിക്കലും എല്ലാം ചെയ്തിട്ടുള്ളത്, ഇല്ലേ? അന്നും മുസ്ലിം പ്രീണന നയം എന്ന് RSS പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ, മറ്റാരും പറഞ്ഞായിട്ട് കേട്ടിട്ടില്ല. ഞാൻ ചുരുക്കുകയാണ്. പക്ഷേ അമ്പത്തയിൽ ഈ പറഞ്ഞ പള്ളി നിർമ്മാണം അടക്കമുള്ള ആനുകൂല്യങ്ങൾ, മദ്രസ നിർമ്മാണം അടക്കമുള്ള ആനുകൂല്യങ്ങൾ, അതുപോലെ 12% സംവരണം എല്ലാം ഏർപ്പെടുത്തിയ സഖാവ് EMS മാത്രമല്ല, ഭൂപരിഷ്കരണമൊക്കെ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക്, മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും അനുഭവിക്കാവുന്ന കാര്യമാണ്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇത് നടത്തിയ EMS ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ കോൺഗ്രസിന്റെ കൂടെയായിരുന്നു മുസ്ലിം ലീഗ്. അതിന്റെ താല്പര്യം മുസ്ലിം ജന്മിമാരുടെ താല്പര്യമായിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. സാധാരണക്കാരന്റെ താല്പര്യമായിരുന്നില്ല. ചരിത്രം പിന്നെയും മുന്നോട്ട് പോയി. 1967 അതേ മുസ്ലിം ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം കേരളത്തിൽ അധികാരത്തിൽ വന്നു. അന്നാണ് ഇന്ന് മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ട എന്ന് പറയുന്ന മലപ്പുറം ജില്ല, മലപ്പുറത്തോടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ അവഗണന എന്ന് 1000 നാവുള്ള അനന്തനെ പോലെ ഇവർ ആവർത്തിച്ച് പറയുകയും അറിയണം. ആ മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് EMSന്റെ ഗവൺമെന്റാണ്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ് 1967. ആ മലപ്പുറം ജില്ലയെ എതിർത്തിട്ടുള്ളത് RSS ആണ്. അവരന്ന് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, പൊന്നാനി കടപ്പുറത്ത് പാകിസ്ഥാന്റെ കപ്പലിറങ്ങും. മലപ്പുറം ജില്ല ഉണ്ടാക്കിയാൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനി വലിയ കടപ്പുറമാണ്, അല്ല വലിയ തുറമുഖമാണ്. പൊന്നാനി തുറമുഖത്ത് പാകിസ്ഥാന്റെ പട്ടാളം ഇറങ്ങും എന്നാ പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതിന്റെ കൂടെയായിരുന്നു കോൺഗ്രസ്. ആര്യാടക്കമുള്ള മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാരും സകല കോൺഗ്രസും RSSന്റെ അതേ മുദ്രാവാക്യത്തിന്റെ കൂടെയായിരുന്നു. മലപ്പുറം ജില്ല അനുവദിക്കാൻ പാടില്ലായിരുന്നു എന്നാ പറഞ്ഞത്. ഇപ്പോ വർത്തമാന കാലഘട്ടത്തിൽ സാമ്യമായ ഒരു സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ മലപ്പുറം ജില്ലയിൽ അടക്കം പെടുന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ പച്ച പതാക ഉയർത്തരുത്, ഉയർത്തിയാൽ RSS ഉത്തരേന്ത്യയിൽ അത് പാകിസ്ഥാൻ പതാകയാണെന്ന് പറഞ്ഞു കളയും എന്ന് കോൺഗ്രസ് പറഞ്ഞപ്പോ
ആ പച്ചപ്പതാക താഴ്ത്തിപ്പിടിച്ച പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗാണ്. പൊന്നാനി തുറമുഖത്ത് പാകിസ്ഥാൻ പട്ടാളമിറങ്ങും എന്ന് പറഞ്ഞ കോൺഗ്രസ് നയത്തിന്റെ കൂടെ നിന്നവർ ഇപ്പോഴീ വർത്തമാനകാലത്ത്. അന്നും ആ മലപ്പുറം ജില്ല ഉണ്ടാക്കിയപ്പോൾ, അതുപോലെ തന്നെ അറബി ഉറുദു ഭാഷാധ്യാപകരെ നിയമിച്ചപ്പോൾ, മുസ്ലിം പെൺകുട്ടികൾക്ക് ആ ഗവൺമെന്റ് സ്കോളർഷിപ്പ് നൽകിയപ്പോൾ അത് ന്യൂനപക്ഷ പ്രീണന നയമാണ് എന്നാരും പറയുന്നതായി ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെ ഒരുപാടുണ്ട്. കോഴിക്കോട് ഹജ്ജ് ഹൗസ് നിർമ്മിച്ചത് BS-ന്റെ കാലത്താണ്, തറക്കല്ലിട്ടതും ഉദ്ഘാടനം നിർവഹിച്ചതും BS-ന്റെ കാലത്താണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും സങ്കടകരമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ നേതൃത്വം അവകാശപ്പെടുന്ന മുസ്ലിം ലീഗും, എല്ലാ മുസ്ലിങ്ങളും എന്ന് ഞാൻ പറയുന്നില്ല, മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും സുഡാപ്പിയും അവരുടെ വാർത്താ മാധ്യമങ്ങളും അവരെ പിന്തുണക്കുന്നവരും കമ്മ്യൂണിസ്റ്റുകാരനെതിരാണ്. 1967 EMS കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ കൂടെ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ വന്നപ്പോ അത് മതനിഷേധികളുടെ കൂടെ കൂടുകയാണെന്ന് ഒരു മുഷാവറയും ഫത്വ ഇറക്കിയില്ല എന്നുകൂടി ഇതിന്റെ കൂടെ കൂട്ടി വായിക്കണം. ഇപ്പോ നിങ്ങൾ നോക്ക്, ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ കൂടാൻ പാടില്ല എന്ന് മതപണ്ഡിതന്മാർ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. മാത്രമല്ല, ഒറ്റ കാര്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? ഇന്ത്യൻ പാർലമെന്റ് RSS മുക്തമാക്കണം. RSSന്റെ രാഷ്ട്രീയ മുഖമാണ് BJPയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തെ താഴെയിറക്കണം. അതിനു വേണ്ടിയിട്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. പക്ഷെ കണ്ണൂർ പാർലമെന്റിൽ നിങ്ങളൊന്ന് നോക്ക്, ആരാ ജയിച്ചത്? സുധാകരൻ. എന്താ സുധാകരൻ പറഞ്ഞത്? RSSന്റെ ക്യാമ്പിനെ കമ്മ്യൂണിസ്റ്റുകാർ ആക്രമിക്കുമെന്ന് കരുതി അതിന് ഞാൻ കാവൽ നിന്നിട്ടുണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചവനാണ് സുധാകരൻ. എന്റെ എടക്കാട് അസംബ്ലിയിലെ കീഴുന്ന തോട്ടട തുടങ്ങിയ പ്രദേശങ്ങളിൽ RSSന്റെ ശാഖ കൊണ്ടുവന്ന് ആരംഭിച്ചപ്പോ ആ ശാഖ അടിച്ചു പൊളിക്കാനും തകർക്കാനും CPM ശ്രമിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെ ശാഖ നടത്താൻ സാധിക്കാത്ത ഒരു ചുറ്റുപാട് ആ പ്രദേശത്തുണ്ടായപ്പോ ആളെ അയച്ച് സംരക്ഷണം കൊടുത്ത ഒരാളാണ് ഞാൻ. എന്താണ് RSSന്റെ മുഖ്യ ശത്രു? ഒന്നാം ശത്രു മുസ്ലിമും, രണ്ടാം ശത്രു ക്രിസ്ത്യാനിയും, മൂന്നാം ശത്രു കമ്മ്യൂണിസ്റ്റുകാരനും. ആവർത്തിക്കുന്നില്ല ഇല്ലേ? അപ്പൊ ശത്രുവായ മുസ്ലിങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി, ക്രിസ്ത്യാനികളെ കൊല്ലുന്നതിന് വേണ്ടി, കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലുന്നതിന് വേണ്ടി ആയുധ പരിശീലനം RSS നടത്തുമ്പോൾ ആ ക്യാമ്പിനെ കമ്മ്യൂണിസ്റ്റുകാർ ആക്രമിക്കുമെന്ന് കരുതി അതിന് സംരക്ഷണം, അതായത് RSSന്റെ ആയുധ പരിശീലനത്തിന് പോലും സംരക്ഷണം കൊടുത്ത സുധാകരൻ. ആ സുധാകരന്റെ കൂടെയാണ് മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ ലീഗിന്റെ നേതൃത്വത്തിൽ വോട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാവരും എന്നല്ല ഞാൻ പറഞ്ഞത്, മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും സുഡാപ്പിയും പറഞ്ഞ് വോട്ട് ചെയ്തിട്ടുള്ളത് എന്ന വിധി വൈപരീതം ഒന്നാലോചിച്ച് നോക്ക്. മാത്രമല്ല, ഈ ജയിക്കുന്ന കോൺഗ്രസുകാർ കൂട്ടത്തോടെ BJPയിലേക്ക് പോകുന്ന ചരിത്രം ഇന്ത്യയുടെ ചരിത്രത്തിൽ നമുക്കുണ്ട്. അത് മുൻകൂട്ടി പറഞ്ഞവനാണ് സുധാകരൻ. എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് BJP. എനിക്ക് തോന്നിയാൽ ഞാൻ പോകും. അതിപ്പോൾ ഞാൻ പറയുന്നത് തന്നെയാണ്. എനിക്ക് BJP പോകണമെന്ന് തോന്നി. എനിക്ക് നിങ്ങളെ സീറ്റ് വേണോ? അല്ല CPMന്റെ ഇടതുപക്ഷത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണോ? എനിക്ക് എന്റെ രാഷ്ട്രീയ തീരുമാനം ഞാൻ എടുക്കും. അതിനാരുടെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട. സുധാകരന് പോകണം, BJP പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ പോകും. അതിന് ഇവരെ സീറ്റ് വേണോ? അതുകൊണ്ട് ജയിച്ചാലും കോൺഗ്രസിൽ നിൽക്കുമെന്ന് ഉറപ്പില്ലാത്ത ആ സുധാകരനെയാണ് ജയിപ്പിച്ചത്. എന്നാൽ RSSനെതിരെ നിരന്തര പോരാട്ടം നടത്തുന്ന പാർട്ടി പ്രതിനിധി ജയരാജൻ തോൽപ്പിക്കപ്പെട്ടു. ഒറ്റ ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്റിൽ മുസ്ലിം മത ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇന്ത്യൻ പാർലമെന്റിൽ വന്ന എല്ലാ ബില്ലുകൾക്കും എതിരെ സംസാരിക്കുക മാത്രമല്ല ഇന്ത്യൻ പാർലമെന്റിനകത്ത് വോട്ട് ചെയ്ത ആരിഫ് തോൽപ്പിക്കപ്പെട്ടു. എന്നാൽ ഈ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾക്ക് ഒന്നും ചെയ്യാത്ത, അല്ലെങ്കിൽ അതിനെതിരെ വോട്ട് ചെയ്യാത്ത KC വേണുഗോപാൽ ജയിച്ചു. മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഒരു വരി പോലും തന്റെ ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ ഒന്നും എഴുതാത്ത ഷാഫി പറമ്പിൽ ജയിച്ചു. ഇതാണ് ഈ രാഷ്ട്രീയ കാലത്ത് തിരിച്ചറിയേണ്ടത്, ന്യൂനപക്ഷങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകേണ്ടത് എന്ന് വളരെ വിനീതമായി സൂചിപ്പിക്കുകയാണ്. ഒരു പ്രീണനവും പ്രത്യേകിച്ച് പിണറായി സർക്കാർ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല. അത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വേണ്ടി ചെയ്തിട്ടില്ല. ഇവിടെ നമുക്കറിയാം, ഗുരുവായൂർ അമ്പലത്തിലടക്കം ഈ താഴ്ന്ന ജാതിക്കാരന് പ്രവേശനമില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ സ്വന്തം ഭാര്യയെ നഷ്ടപ്പെട്ടവനാണ് സഖാവ് AKG. അതിന്റെ പേരിൽ അടികൊണ്ടവനാണ് കൃഷ്ണപിള്ള. ആ നയം അമ്പലത്തിലേക്ക് കടക്കുക എന്നുള്ളതല്ല, RSSന്റെ ജാതി വ്യവസ്ഥക്കെതിരെയുള്ളതാണ്. അത് തന്നെയാണ് ഇന്ത്യയിലാകെ RSS മതന്യൂനപക്ഷങ്ങൾക്കെതിരെ കൊണ്ടുവന്ന നിയമാവലിക്കെതിരെയാണ് ഇടതുപക്ഷം ശബ്ദിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ 1000 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും RSSന്റെ നയങ്ങളെ തോൽപ്പിക്കുന്ന മുദ്രാവാക്യവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വിശിഷ്യ CPMഉം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.